ഔട്ട് ആയാലും എങ്ങനെയാണ്? ഇന്നിടാൻ തീരുമാനിച്ച ഡ്രസ്സ് കല്യാണത്തിന് ഇട്ടാ പോരെ? ഇന്നത്തേക്ക് നമുക്ക് വേറെ ഡ്രസ്സ് വാങ്ങാമേ. ദമയന്തി, വേറെ ഡ്രസ്സ് കൊടുത്തുവിട്ട് റെഡിയായി വരാൻ പറ. ശിവാനിയുടെ ഡ്രസ്സിനെ കുറിച്ച് ടെൻഷൻ വേണ്ട, ആ പ്രോബ്ലം സോൾവ് ആയി. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല മുതലാളി. ശിവാനി മാഡത്തിന് വേണ്ടി ഓർഡർ ചെയ്ത് വരുത്ത ഡ്രസ്സാ, അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്കിൾ, ഇത് അങ്കിൾ പോയി വാങ്ങിച്ചിട്ട് വന്നോ? അല്ലല്ല, തൃശ്ശൂര് വീട്ടിൽ കൊണ്ടുവച്ചതാ. അതും അവന്റെ ഡ്രസ്സിന്റെ ഇടയിൽ. തൃശ്ശൂർ, നീ ഇത് വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായിട്ട് വെച്ചത് ഇരട്ടിപ്പിക്കാനായിരുന്നു. അങ്ങനെ ചെയ്ത ഡ്രസ്സ് ഇരട്ടിക്കുമെന്ന് എന്നോട് ആരാടാ പറഞ്ഞു? അത് അവന്റെ കുഴപ്പമല്ല മുതലാളി. അവൻ കൊച്ചു മുതലാളി ചെറുതായിട്ടൊന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. ഈ നായയുടെ വാലില്ലേ, അത് എത്ര കാലം കുഴലിലിട്ടാലും നേരെ ആവില്ലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇവന്റെ കാര്യം. ഗോവിന്ദ, വിട്ടുകളേടാ. എല്ലാവരുടെയും മുമ്പിൽ ഞാനിപ്പോ ഒരു കോമഡി പീസായി. പക്ഷെ എന്റെ അവസ്ഥ എനിക്ക് മാത്രമല്ല അറിയൂ. ശിവാനി ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ, നീ പോയിട്ട് ശിവാനിക്ക് ഡ്രസ് കൊടുത്തിട്ടോ. അവള് റെഡി ആയിട്ട് നീ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യണം. ഓക്കെ? കൊച്ചുമുതലാളി, അത് ഞാൻ... നിനക്കിത് എന്താണ് പറ്റിയത്? എന്ത് പറഞ്ഞാലും ചുമ്മാ അത് ഇതെന്നൊക്കെ. ഇത് പിടിക്കേ, വേഗം ചെല്ലേ. കമോൺ തൃശ്ശൂർ. ഓം ഹ്രീം റാം റോ ഹത് സ്വാഹ. പോകൂ, അവിടെ ആ കളത്തിൽ പോയി നിൽക്ക്. വാഹയാമി. ഓം ഹ്രീം റാം ഹട്ട് സ്വാഹ. ഓം ഹ്രീം റാം റോ ഹട്ട് സ്വാഹ. ഈശ്വര, ഞാൻ വിചാരിക്കുന്നത് പോലെ സ്വപ്നത്തിൽ കണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ശരിയാവണമെന്ന് തന്നെയാണോ നിന്റെ തീരുമാനം? ആദ്യം ആ സ്വപ്നത്തിൽ കണ്ടതുപോലെയുള്ള അതേ ഡെക്കറേഷൻ, പിന്നെ വീട്ടുകാരുടെ എല്ലാം സെയിം അതുപോലത്തെ തന്നെ ഡ്രസ്സും. അതൊക്കെ പോട്ടെ, എല്ലാവരും ഡ്രസ്സ് എന്നെ കൊണ്ട് ചേഞ്ച് ചെയ്യാനാവില്ല. പക്ഷെ കൊച്ചുമുതലാളിയോടെങ്കിലും അതൊന്ന് മാറ്റിയിടാൻ പറഞ്ഞാൽ അവരും അത് മാറ്റാൻ തയ്യാറല്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോ എന്തൊക്കെയോ നടക്കാൻ പോകുന്നതെന്ന് എന്റെ മനസ്സ് പറയുന്നത്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ശിവാനി ഇനി ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാ എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ശരി, ശിവാനിക്ക് ഞാനിപ്പോ ഈ ഡ്രസ്സ് കൊടുക്കാതിരുന്നാ പോരെ? കൊച്ചുമുതലാളി ഈ ഡ്രസ്സിന് പകരം വേറൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണെങ്കിലോ? പിന്നെ എന്റെ സ്വപ്നം എന്തായാലും ഫലിക്കില്ലല്ലോ. അത് ശിവാനിക്ക് മനസ്സിലാവില്ല. പക്ഷെ അതൊക്കെ ബോസിന് മനസ്സിലാവുമല്ലോ.
ഞാൻ കൊടുത്ത ഡ്രസ്സ് എവിടെയാണെന്ന് എന്നോട് തന്നെ ചോദിക്കും. ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ എനിക്ക്. എന്തൊക്കെ ചെയ്യാ? അയ്യോ, ബോസാണല്ലോ ഫോൺ വിളിക്കുന്നേ. എന്താ ഞാനിപ്പോ പറയാ? നീ ഇത് എവിടെയാ തൃശ്ശൂര്? എന്താ ഇത്ര ലേറ്റ്? നീ ഇതുവരെ അവിടെ എത്തിയില്ലേ? ഞാൻ ദേ പോയിക്കൊണ്ടിരിക്കുക ബോസ്. വീടിന്റെ അടുത്ത് എത്തി. ഞാൻ ദേ പാർക്ക് ചെയ്യാൻ പോവാണ്. വേഗം ചെല്ല. ശിവാനിക്ക് വേഗം ചെന്നാ ഡ്രസ്സ് കൊടുക്ക. ആയിക്കോട്ടെ ബോസ്, ഞാൻ കൊടുത്തേക്കാം. നീ ഡ്രസ്സ് വെറുതെ ശിവാനിക്ക് കൊടുത്തിട്ട് വന്നാ പോരാ. നീ ഡ്രസ്സ് ശിവാനിക്ക് കൊടുക്കുന്ന എനിക്ക് കാണണം. വീഡിയോ കോൾ ചെയ്യണം. വീഡിയോ കോളോ? അതെന്തിനാ ബോസ്? ഞാനത് കൊടുത്തോളാന്നേ. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ ബോസിനെ? ഇത് വിശ്വാസക്കുറവിന്റെ പ്രശ്നമൊന്നും അല്ലടാ. ശിവാനി ആ ഡ്രസ്സ് വാങ്ങിക്കുമ്പോ മുഖത്തുണ്ടാവുന്ന റിയാക്ഷൻസ് ഉണ്ടല്ലോ, അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാ. നീ അവിടെ ചെന്നിട്ട് വീഡിയോ കോൾ ചെയ്യും. പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. ശരി ബോസ്. എന്താ ഇതൊക്കെ? ഈ ഡ്രസ്സ് കൊടുക്കരുതെന്ന് വിചാരിക്കുമ്പോ ബോസ് പിന്നെയും പിന്നെ എന്നെ ആകെ പെടുത്തി കളയുവാണല്ലോ. ഇനി ഈ ഡ്രസ്സ് കൊടുക്കാതെ എനിക്ക് വേറൊരു വഴിയുമില്ല. ഛേ, എത്തിയോ? വേഗം ഡ്രസ്സ് കൊടുക്ക. ഹായ് ബോസ്, ഞാൻ എത്തി. ഇപ്പൊ വരും. നീയോ? ഡ്രസ് കൊടുക്ക്. നീ എന്താ നോക്കിക്കുന്നത്? ആയിക്കോട്ടെ ബോസ്. മാഡം വാങ്ങിച്ചോളൂ. എന്താ ഇത്? ഓപ്പൺ ചേമ്പറാ. എനിക്ക് അവളുടെ ഫേസ് കാണണം. മാഡം കൊച്ചുമുതലാളി കൊടുത്തയച്ചതാ. അതൊന്ന് തുറന്നു നോക്കാൻ പറയുന്നുണ്ട്. ഓ, നീ ശിവന്റെ കയ്യിൽ ഫോൺ കൊടുത്തേ. ആയിക്കോട്ടെ കൊച്ചുമുതലാളി. ഇതാ കൊച്ചുമുതലാളിയാ. ശിവാനി, ഡ്രസ് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിന്റെ സെലക്ഷൻ സൂപ്പറാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ശിവാനി. വേഗം റെഡിയാവ്. തൃശ്ശൂർ തനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും. താൻ അവന്റെ കൂടെ ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, വേഗം റെഡിയാൻ നോക്കാം. ഓക്കെ, ബൈ. നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. നീ പൊയ്ക്കോ, ഞാൻ എന്റെ കാറിൽ വന്നോളാം. എനിക്കറിയാം മാഡത്തിന് എന്റെ കൂടെ വരാൻ താല്പര്യമില്ലെന്ന്. കൊച്ചുമുതലാളിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞേ. ഇല്ലെങ്കിൽ പിന്നെ എനിക്കത് പ്രശ്നം. മഹാദേവ, ഒരു കാരണവശാലും ഞാൻ എന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് മാറരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാഗലോകത്ത് നിന്നും ഞാനും ശിവാനിയുടെ കൂടെ വന്നവളാണെന്നറിയും. അത് ഞാൻ നാഗലോകത്തിനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. ആരും ഞങ്ങളെക്കുറിച്ച് അറിയാൻ പാടില്ല. പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ കാരണം നാഗലോകത്തിനും അത് പ്രശ്നമാവും. മഹാദേവ, ദയവായി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. എന്റെ മന്ത്രശക്തിയെ തടുക്കുന്നോ? ഇത്രയും പ്രതിരോധമോ? ഞാനൊന്ന് നോക്കട്ടെ. വാ വാ, നിന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് വാ. വാ, സ്വാഹ. സ്വാഹ. ഗോവിന്ദ, ഇതാരും ഇവിടെ ഹോമൊക്കെ അറേഞ്ച് ചെയ്തത്? അളിയ, അത് പിന്നെ ചേച്ചി ഏർപ്പാടാക്കിയതാ. ദമയന്തി, ദമയന്തി, എന്താ ഇതൊക്കെ? ഞാൻ പറയാൻ മറന്നുപോയതാ. അന്നാ ജോത്സരെ കണ്ടപ്പോ നമ്മുടെ ത്രിവിക്രമന്റെ ജാതകം നോക്കിയിട്ട് എൻഗേജ്മെന്റ് ദിവസം ഒരു ചെറിയ ഗണപതി ഹോമം നടത്തണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനുള്ള തയ്യാറെടുപ്പ് ഇതൊക്കെ. ഓക്കെ,
ഞങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. പെണ്ണിനെയും ചെക്കനെ ഇരുത്തിയ ഹോമം തുടങ്ങാം നമുക്ക്. ചേട്ടാ വാ മോനെ, പൂജയ്ക്കിരിക്കും. ഞാൻ എന്തിനാ പൂജയ്ക്കിരിക്കുന്നത്? മമ്മി, ഈ എൻഗേജ്മെന്റ് നടത്താൻ എന്തിനാ പൂജയൊക്കെ ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യാം, എനിക്ക് പകരം വേറെ ആരെങ്കിലും ഇരുത്താം. വെറുതെ ഓരോന്ന് പറയാതിരിക്കടാ. നിന്റെ അമ്മ നിന്റെ നന്മയ്ക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ഹോമല്ലേ, അവക്ക് വേണ്ടിയെങ്കിലും നിനക്ക് ഇരുന്നൂടെ? ഡാഡി, ഞാൻ ഇരിക്കുന്നില്ല, എനിക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. എന്താ മോനെ ഇങ്ങനൊക്കെ? ശിവാനി മോൾക്ക് വേണ്ടി നീ അമ്പലത്തിൽ വരെ പോകാൻ തുടങ്ങിയതല്ലേ? അങ്ങനെയുള്ള നിനക്ക് ഈ എൻഗേജ്മെന്റ് ദിവസം ഈ ഹോമത്തിലൊന്നും ഇരുന്നൂടെ? ഇരിക്കുന്നേ. നിങ്ങളിപ്പോ എല്ലാവരും ഒരു ടീമായിരിക്കാണല്ലേ? നോക്കു മോനെ, ഇന്ന് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ജീവിതകാലം മുഴുവനും സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു നല്ല ജീവിതം നിനക്ക് കിട്ടണമെന്ന് ഈശ്വരനോട് മനസ്സൊരു പ്രാർത്ഥിക്കും. ഓക്കെ ഡാഡി. ഗണപതികം ഹവാമഹേ കവിം കവേവാവോത്തവത്സരം തേ സദാസം ബ്രഹ്മണാം ബ്രഹ്മണസ്വധമാനശൃണ്വാദേ ശിരസരഗസ്വാ ഓം ഗണപതിയേ നമഃ. ഞാൻ റെഡിയാ, പോയാലോ? നീ എന്തിങ്ങനെ നോക്കി നിൽക്കുന്നേ? ടൈമായി, നമുക്ക് പോണ്ടേ? ഒന്ന് പെട്ടെന്ന് പോവോ, ലേറ്റ് ആവാം. ശിവാനിക്ക് അപകടം സംഭവിക്കുന്ന അറിഞ്ഞിട്ടും ഞാൻ തന്നെ ഇവളെ ആ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോകേണ്ട ഗതി വന്നല്ലോ. ആ പ്രാണനെ ഞാൻ അപകടത്തിലേക്ക് നയിക്കുന്നത്. തൃശ്ശൂർ നിന്നോടാ പറഞ്ഞോണ്ടിരിക്കുന്ന, ഒന്ന് പെട്ടെന്ന് പോവാൻ. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇല്ല, അത് സംഭവിച്ചുകൂടാ. ശിവാനിയെ എനിക്ക് രക്ഷിക്കണം. അല്ല, നീ എന്തിനാ റൈറ്റിലേക്ക് എടുത്തേ? ത്രിവിക്രമന്റെ വീട്ടിലേക്ക് നേരെയല്ലേ പോവേണ്ടത്? ഇതേതാ വഴി? നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുവന്നേ? തൃശ്ശൂർ നിന്നോടാ ചോദിച്ചോണ്ടിരിക്കുന്നേ, ഇതേതാ വഴി? എന്നെ എവിടേക്കാ കൂട്ടിക്കൊണ്ടുപോന്നേ? എന്റെ കർത്തവ്യം പാലിക്കാൻ വേണ്ടി. എന്ത് കർത്തവ്യം? എന്തൊക്കെ നീ പറഞ്ഞോണ്ടിരിക്കുന്നേ? തൃശ്ശൂർ, നീ എന്നെ എവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നേ? മര്യാദയ്ക്ക് വണ്ടി നിർത്ത്. നിർത്തിയില്ലെങ്കിൽ ഞാൻ ചാടും. തൃശ്ശൂർ, നിന്നോടാ പറഞ്ഞോണ്ടിരിക്കുന്നേ, നീ വണ്ടി നിർത്ത്, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചാടും. കേട്ടോ നീ? തൃശ്ശൂർ, നിർത്തുന്നതാ നല്ലത്. തൃശ്ശൂർ, വണ്ടി നിർത്താനല്ലേ പറഞ്ഞേ? നിർത്ത്. ശിവാനി, എന്നോട് ദയവ് ചെയ്ത് നീ ക്ഷമിക്ക്.
ഇതല്ലാതെ വേറൊരു വഴിയും കിട്ടുന്നില്ല. ആ സ്വപ്നം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. നീ അങ്ങോട്ട് പോയാൽ അത് നടക്കും. എനിക്ക് നിന്നെ രക്ഷിച്ചേ പറ്റൂ. അതെന്റെ കടമയാണെന്നും എനിക്കറിയാം. നിന്നെ എന്ത് ചെയ്തും എനിക്ക് രക്ഷിക്കണം. എന്നെ നീ വിഡ്ഢിയാക്കുമായിരുന്നോ? നിന്റെ ഈ രൂപം കാണാൻ വേണ്ടി എന്റെ മന്ത്രശക്തി ഉപയോഗിച്ചപ്പോ കണ്ടില്ലേ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന്? നിനക്കൊക്കെ ഇത് തന്നെയാണ് ഗതി. എനിക്ക് നിന്നെ ഇങ്ങനെ കാണാനാവില്ലെന്നാണോ? നിന്റെ യഥാർത്ഥ രൂപം ഞാൻ കൊണ്ടുവന്നില്ലേ? കാർ ഇവിടെ നിർത്താം. ശിവാനിയെ കൊണ്ടുപോകുന്ന സ്ഥലം ആർക്കും മനസ്സിലാവരുത്. ഇനി അഥവാ ആരെങ്കിലും തിരഞ്ഞു വന്നാലും കാർ ഇവിടെ നിൽക്കുന്നത് കണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് തിരിച്ചു പോകണം. തൃശൂൽ, എന്തായി കാണിക്കുന്നേ നീ? എന്നെ എങ്ങോട്ടാ നീ കൊണ്ടുപോന്നേ? വീട്, എന്നെ വീട്. എന്നെ നീ ഇപ്പൊ വിട്ടില്ലെങ്കിൽ അതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. തൃശൂൽ, തൃശൂൽ, എന്നെ വീട്. ഇല്ല മാഡം, എന്ത് ചെയ്താലും എനിക്ക് വിടാൻ പറ്റില്ല. വിട്ടാ നിങ്ങൾ അങ്ങോട്ടേക്കല്ലേ പോവുള്ളൂ. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവനും അപകടത്തിലാ. മഹാദേവ, ഇപ്പൊ എനിക്ക് എന്റെ സ്വന്തം രൂപത്തിൽ വരാതെ വേറെ ഒരു മാർഗവും ഇല്ല. അതെ, അതാണ് വേണ്ടത്. ഇതെന്താ ഇങ്ങനെ? എനിക്ക് എന്റെ സ്വന്തം രൂപത്തിലേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ. ഏതോ ഒരു ശക്തി എന്നെ തടസ്സപ്പെടുത്തുകയാണ്. ഏത് ശക്തിയാണത്? ഇവനിൽ എനിക്ക് വിഷപ്രയോഗം നടത്താൻ സാധിക്കില്ല. കാരണം അത് തടയാനുള്ള ശക്തി ഇവനുണ്ട്. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഇല്ല, എന്റെ ശക്തി തിരിച്ചു കിട്ടുവാൻ വേണ്ടി ഞാൻ പ്രയത്നിച്ചേ മതിയാകും. മഹാദേവ, ഇത് എന്താണിത്? ഇപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതിനുവേണ്ടി ശ്രമിക്കാൻ പോലെ എന്നെ കൊണ്ടാവുന്നില്ല. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? എന്താ ഇതിനർത്ഥം?
തൃശൂൽ നീ എന്താ ചെയ്യുന്നതെന്ന് ബോധമുണ്ടോ നിനക്ക്? ഞാൻ മാഡത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. രക്ഷിക്കാന്നുള്ള പേരില് എന്തൊക്കെയാ നീ കാണിച്ചോണ്ടിരിക്കുന്നേ? നിന്റെ മനസ്സ് ഇത്ര വൃത്തികെട്ടതാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അല്ല മാഡം, അത് എനിക്കൊന്നും കേക്കണ്ട. എന്നെ പ്രേമിക്കുന്നു എന്നുള്ള പേരും പറഞ്ഞ് എന്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്തില്ലേ? ഞാനതൊക്കെ വിട്ടുകളയാണെന്ന് കരുതിയല്ലേ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത്? ശരിയല്ലേ? മാഡം, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരാളല്ല മാഡം. പിന്നെ എങ്ങനെയുള്ള ആളാ? എന്റെ വീട്ടിലേക്ക് കയറി വന്ന് എന്തോ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് അതെന്നെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമം നടത്തി നീ. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ എന്നെ ഇതുപോലെ പിടിച്ചോണ്ട് വന്ന് ത്രിവിക്രം എന്നെ കൊല്ലാൻ പോവാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയ ആളല്ലേ നീ? എന്നോട് നീ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സിൽ നിന്ന് ത്രിവിക്രമനെ അകറ്റാനുള്ള ശ്രമമല്ലേ നീ നടത്തിയത്? അവസാനം ത്രിവിക്രം വന്നതുകൊണ്ട് എന്നെ ഒന്ന് വെറുതെ വിട്ടു. അന്നത്തെ ആ ശ്രമം വിജയിക്കാത്തോണ്ടല്ലേ ഇന്ന് നീ ഇതുപോലൊക്കെ ചെയ്തു കൂട്ടിയത്? എന്റെ മനസ്സിൽ മാഡം വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെയില്ല. ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് വന്ന് ഇതുപോലെ ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ മോശം ഉദ്ദേശമല്ലാതെ പിന്നെ എന്ത് നല്ല ഉദ്ദേശമുള്ളത്? എനിക്ക് നിന്റെ മുഖം കാണുമ്പോ തന്നെ ദേഷ്യം വരിക. ഒന്ന് മനസ്സിലാക്കുക പ്ലീസ്. ഞാൻ മാഡത്തിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയാ. ഒരു പെണ്ണിനെ ബലമായിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നത് നല്ല ഉദ്ദേശമാണോ? ഇനി ഓരോന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട നീ. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല.